നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +1 ഏതൊക്കെ പോർഷൻസ് ആണ് ഫിസിക്സിൻ്റെ പഠിക്കേണ്ടതെന്ന് വളരെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഏത് വിഷയങ്ങളുടെയും എല്ലാ വിഷയങ്ങളുടെയും കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. +1 കുട്ടികൾ ആദ്യം ചെയ്യേണ്ടത് +1 ഫിസിക്സിൻ്റെ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇപ്പം വേണ്ട. നമുക്ക് തുടങ്ങുന്നത് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. മോഷൻ ഇൻ വൺ ഡയമെൻഷനിൽ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ മുതലാണ്. അന്നേരം നമ്മൾ സെക്കൻഡ് ടേമിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. സെക്കൻഡ് ടേമിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഫസ്റ്റ് ടൈമിൽ നിന്ന് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് പഠിക്കുക. കാരണം 20% ഫസ്റ്റ് ടൈമിൽ നിന്ന് വേണമെന്നാണ്. സെക്കൻഡ് ടൈമിൽ നിന്ന് 80%. അന്നേരം അല്ലെങ്കിൽ മൊത്തം ഫസ്റ്റ് ഇയർകാർ മൊത്തവും പഠിക്കണമെന്നാണ് ഏകദേശം പറയുന്നത്. പക്ഷേ നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി. ഞാൻ പറയുന്നത് കൃത്യമായിട്ട് കേട്ട് നിങ്ങൾക്ക് ആപ്റ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഈസി ആയിട്ട് മേടിക്കാം. ഒന്ന്, നിങ്ങൾക്ക് 5ാമത്തെ ചാപ്റ്ററായിട്ടുള്ള വർക്ക് എനർജി പവർ, ഞാൻ ഫിസിക്കൽ വേൾഡിലൂടെ കൂട്ടിയാണ് പറയുന്നത്. ഫിസിക്കൽ വേൾഡ് പഠിക്കേണ്ടെങ്കിൽ വർക്ക് എനർജി പവർ പഠിക്കണം. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ പഠിക്കണം. സെക്കൻഡ് ടൈമിലുള്ളതാണേ പറയുന്നത്. പിന്നെ ഗ്രാവിറ്റേഷൻ പഠിക്കണം. മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് പഠിക്കണം. മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് പഠിക്കണം. ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സിനകത്ത് ഹീറ്റും തെർമോഡൈനാമിക്സും പഠിക്കണം. കാർനോട്ട് സൈക്കിൾ വരെയൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അവിടെ വരെ എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ്സ് വരെയെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അവിടെ വരെ നിങ്ങൾ വളരെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഫ്ലൂയിഡ്സ് വരെ നിങ്ങൾ, കാരണം ചോയ്സ് ഒക്കെ ഉണ്ടല്ലോ, ഫ്ലൂയിഡ്സ് വരെ കൃത്യമായിട്ട് പഠിക്കുക. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഒക്കെ ഞാൻ ഫിസിക്സിൻ്റെ ചെയ്തു തരും. വളരെ ഈസി ആയിട്ട് പഠിക്കുക. നിങ്ങളുടെ സീനിയേഴ്സൊക്കെ പഠിച്ച് നല്ല മാർക്ക് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ വീഡിയോ സഹായമായെന്ന് കരുതുന്നു ഉറപ്പായിട്ട്. അന്നേരം നിങ്ങൾ ഉറപ്പായിട്ടും കമൻസും രേഖപ്പെടുത്തുക. സെക്കൻഡ് ടൈം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഫസ്റ്റ് ടൈം ഏതൊക്കെയാണ് നമുക്ക് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനും മോഷൻ ഇൻ എ പ്ലെയിനും, ലോസ് ഓഫ് മോഷനകത്തെയും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മാത്രം നമ്മൾ പഠിക്കുക. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. പക്ഷേ ഒരു കാര്യം നിങ്ങളോട് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം, പഠിക്കുന്ന ചാപ്റ്ററുകൾ പബ്ലിക് എക്സാമിനൂടെ കരുതി കംപ്ലീറ്റ് തച്ചുടച്ച് വാർത്തങ്ങ് പഠിച്ചോണം. മനസ്സിലായോ? പിന്നീടത് ഒരു വട്ടം നോക്കിയാൽ മനസ്സിലാകുന്ന രീതിയിൽ കംപ്ലീറ്റ് ക്ലിയർ ആയിരിക്കണം. അല്ലാതെ അങ്ങും ഇങ്ങും തൊടുന്ന രീതിയിൽ സംസാരിക്കുന്ന പോലെ നമ്മൾ എന്തെങ്കിലും പഠിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. പഠിക്കുന്ന ചാപ്റ്റേഴ്സ് നല്ല വെടിപ്പായിട്ട് പഠിക്കുക, അതാണ് കറക്റ്റ്. അങ്ങനെ എല്ലാവരും പഠിക്കട്ടെ. ഇങ്ങനെ പോർഷൻസ് കൃത്യമായിട്ട് വരുന്നുണ്ട്. കൃത്യമായിട്ട് പഠിച്ച് നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാഷ് നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്.